ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അനലിഡയുടെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്. ആദ്യത്തെ ഏതായിരുന്നു? പോളിക്കീറ്റ, പിന്നെ ഒളിഗോകീറ്റ, ലാസ്റ്റ് ആണ് ഹിർഡിനിയെ. ആ ക്ലാസ്സിൻ്റെ സീലിയൻ ഫീച്ചേഴ്സും അതിൻ്റെ എക്സാമ്പിളുമാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഈ ക്ലാസ് ഹിറുഡിനിയയുടെ വേറൊരു പേര് കണ്ടോ? ഹിർഡിനോ മോർഫ. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇതിനകത്ത് മെയിൻലി വരുന്നത് ലീച്ചസ് ആണ്. ലീച്ചിനെ കണ്ടിട്ടുണ്ടോ? കൊളയട്ട. ഈ കൊളയട്ടകളാണ് ഇതിനകത്ത് വരുന്നത്. ഇനി എൻ്റെ സെയിലിൻ ഫീച്ചേഴ്സ് ഫസ്റ്റ് നമ്മൾ എപ്പോഴും കാണുന്ന നമുക്ക് ഹാബിറ്റാറ്റ് ആണ് ഇവിടെയും ഫസ്റ്റ് വരുന്നത്. നിങ്ങൾ എവിടെ പോകുമ്പോഴാണ് കൊളയട്ടെ കണ്ടിട്ടുള്ളത്? നമ്മൾ ഇച്ചിരി ഈർപ്പമുള്ള മണ്ണിൽ നടന്നു പോകുമ്പോൾ ഇല്ലേ? ട്രക്കിങ്ങിനൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. ട്രക്കിങ് ഒരു റെയിനി ടൈപ്പ് സീസണിലാണെങ്കിൽ അവിടെ എല്ലാം ഈ കൊളയട്ടകൾ ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ നടന്നു പോകുന്ന വഴിക്കെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് ഫ്രഷ് വാട്ടറിൽ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ചാലുകളൊക്കെ ഉള്ളിടത്ത് കാണാൻ പറ്റും. എന്നാൽ മറൈനിലും കാണുന്നുണ്ട്. മോയിസ്റ്റ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സിലാണ്. എന്തായാലും ഒരു നനവ് എന്ന് പറയുന്ന സംഭവം അതിന് വേണം. ഇതൊരു എക്ടോ പാരസൈറ്റാ. കണ്ടാ? അപ്പോൾ നമ്മുടെ നീർസും എർത്തൂമും ഒന്നും ആ ഒരു പ്രശ്നമുള്ളവരല്ലായിരുന്നു. ഇതൊരു പാരസൈറ്റ് ആണ്, ബ്ലഡ് സക്കിങ് ആണ് കേട്ടോ. ഇനി അതിൻ്റെ ബോഡിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ഓർ സിലിണ്ട്രിക്കൽ. ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താണെന്ന്. സിലിണ്ട്രിക്കൽ ഷേപ്പ്. ഡോസോ വെൻട്രലി ഇനി പറയണ്ടല്ലോ അല്ലേ? ഓക്കെ. എത്ര സെഗ്മെന്റ്സ് ഉണ്ട്? എർത്തോമിൻ്റെ ബോഡി പോണക്ക് അത്രയും സെഗ്മെന്റ്സ് ഒന്നുമില്ല. ലിമിറ്റഡ് നമ്പർ ഓഫ് സെഗ്മെന്റ്സ് ആണ്. 33 സെഗ്മെന്റ്സ് ആണ് ഇതിൻ്റെ ബോഡിയിൽ സാധാരണഗതിയിൽ കാണുന്നത്. അതേപോലെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സർഫസ് നോക്കിയാൽ കുറേ കുഞ്ഞു 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 സെഗ്മെന്റ്സ് ഉള്ള പോണക്ക് നമുക്ക് തോന്നത്തില്ലേ ഇതിൻ്റെ ബോഡി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ? കൊച്ചു 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 കൊച്ചു. പക്ഷേ അതെന്ന് പറയുന്നത് ഒരു ഫാൾസ് റിപ്രസെൻറ്റേഷൻ ആണ് സെഗ്മെന്റിൻ്റെ. കാരണം ഇങ്ങനെ ഒരു സെഗ്മെന്റ് എർത്തുവോമിലൊക്കെ നമ്മൾ നോക്കുമ്പം ഇവിടുത്തെ ഇവിടെ മാത്രമല്ല ഉള്ളു അനുലെ ആ ഡിപ്രഷൻ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു സെഗ്മെന്റ് എടുക്കുമ്പോൾ തന്നെ അതിന്റെ മണ്ടയിൽ അനുലെ പോണക്ക് കുറെ ഗ്രൂവ്സ് കാണും. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും ഓരോന്നും ഓരോ സെഗ്മെന്റ് ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അതാണ് ഈച്ച് സെഗ്മെന്റ് മേ എക്സിബിറ്റ് 2 to 4 സൂപ്പർഫിഷ്യൽ അനുലേഷൻസ്. ഓക്കെ. പിന്നെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത പാരപ്പോഡിയേ ഇല്ല, കീറ്റയും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ക്ലാസിഫിക്കേഷനിൽ ഈ ക്ലാസ്സിൻ്റെ പേര് മറ്റ് 2 ക്ലാസ്സുകളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരല്ലേ അല്ലേ? മറ്റേതിനകത്തെല്ലാം ഒരു കീറ്റ ഉണ്ട്, ഇവിടെ അത് ഇല്ല. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം പാരപ്പോഡിയും കീറ്റയും ഇവിടെ ആബ്സെൻ്റ് ആണ്. സക്കേഴ്സ് കണ്ടാ? പാരസൈറ്റാന്ന് പറയുമ്പോൾ സക്കർ എന്ന് പറയുന്നത് സക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുമല്ലേ? അപ്പോൾ ഒരു സക്ക് ചെയ്യുക. അപ്പോൾ സക്കേഴ്സ് ഉണ്ട്. അപ്പം segments at anterior and posterior proximities are modified as suckers. ഈ സക്കറായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത് ആൻറ്റീരിയർ എൻഡും പോസ്റ്റീരിയർ എൻഡുമാണ് സക്കേഴ്സായിട്ട് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പം ആൻറ്റീരിയർ സക്കർ എടുക്കുകയാണെങ്കിൽ അത് സ്മോളസ്റ്റ് ആണ്. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റും? മൗത്ത് കാണാൻ പറ്റും. അപ്പം ആൻറ്റീരിയർ സക്കർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ? ഇതാണ് ഒരു കപ്പ് ഷേപ്ഡ് ആണ് അല്ലേ? അതിൻ്റെ നടുക്കായിട്ട് പിന്നെ ഈ പോസ്റ്റീരിയർ സക്കർ എന്ന് പറയുമ്പോഴത്തെ ഒരു ഡിസ്ക് ഷേപ്ഡ് ആണ്. ഇതാണ് കണ്ടോ? ഇതൊരു ഡിസ്ക് ഉണക്കിരിക്കും. ഇതൊരു പോസ്റ്റീരിയർ സക്കർ. ഈ സക്കറിൻ്റെ ഉദ്ദേശം എന്തുവാണ്? അറ്റാച്ച്മെന്റ് ആൻഡ് ലോക്കോമോഷൻ. അറ്റാച്ച് ചെയ്യാനും പറ്റും, സഹായിക്കും. ഇത് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിക്കാം ഇങ്ങോട്ട് വരുമ്പോൾ. ഇനി അതിൻ്റെ ഹെഡിനെ നമുക്ക് നോക്കുമ്പം ആൻറ്റീരിയർ 5 സെഗ്മെന്റ്സ്. അപ്പോൾ ഇതിനെ എടുക്കുമ്പോൾ ഇതിൻ്റെ ആൻറ്റീരിയറിലുള്ള 5 സെഗ്മെന്റ്സ് ആണ് എന്തെന്ന് പറയുക ഫോം ചെയ്യുന്നത്, ഹെഡ് ഫോം ചെയ്യുന്നത്. അതേപോലെ ഈ ഹെഡിൻ്റെ, അതായത് ഏറ്റവും ടിപ്പിൽ ഹെഡിൻ്റെ ഡോസൽ സൈഡിൽ എത്ര ഉണ്ട്? ഐ ഉണ്ട്, സെവറൽ ഓസില്ലേ ഐസ് ഉണ്ട് വിഷന് വേണ്ടിയിട്ട്. പിന്നെ ഹെഡിൻ്റെ വെൻട്രൽ സൈഡ്, ഡോസൽ സൈഡിലാണ് ഓസില്ലേ ഉള്ളത്. വെൻട്രൽ സൈഡ് ഹെഡിൻ്റെ വെൻട്രൽ സൈഡ് മോഡിഫൈ ചെയ്തേക്കുന്നതാണ് ആൻറ്റീരിയർ സക്കർ. എവിടെയാണ്? ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം
ആൻറ്റീരിയർ 5 സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഏറ്റവും ആൻറ്റീരിയർ പ്രോക്സിമിറ്റിയുടെ വെൻട്രൽ സൈഡ് എന്തായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്? ആൻറ്റീരിയർ സക്കർ. അതിൻ്റെ നടുക്കായിട്ട് മൗത്തും വരും. ഇനി ട്രങ്കിലോട്ട് പോവാം. ട്രങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഹെഡിലെ ഫസ്റ്റ് 5 സെഗ്മെൻറ്റ്സ് കഴിഞ്ഞിട്ട് വരുന്ന 6 മുതൽ 26 സെഗ്മെൻറ്റ്സ്, അത് ആണ് ട്രങ്ക്. മൊത്തത്തിൽ ട്രങ്ക് എന്ന് പറയുമ്പോൾ 21 സെഗ്മെൻറ്റ്സും കാണും. ഇനി ട്രങ്കിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ നോക്കി. പ്രീ ക്ലീറ്റല്ലാർ. ക്ലീറ്റെല്ലാം എന്താണെന്ന് നമുക്ക് നല്ലോണം അറിയാലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് എർത്തുവോമിൻ്റെ ഒളിയോക്കീറ്റയിൽ. അപ്പം ക്ലീറ്റെല്ലത്തിൻ്റെ തൊട്ട് മുമ്പിലത്തെ ഭാഗം, പിന്നെ ക്ലീറ്റെല്ലം, പിന്നെ പോസ്റ്റ് ക്ലീറ്റെല്ലം, ക്ലീറ്റെല്ലം കഴിഞ്ഞുള്ള ഭാഗം, അങ്ങനെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഏനസ് എന്ന് പറയുമ്പോൾ എവിടെയാണ് കാണുന്നത്? പോസ്റ്റീരിയർ പ്രോക്സിമിറ്റിയിൽ ഒരു സക്കർ ഉണ്ട്, അതിനെ പോസ്റ്റീരിയർ സക്കർ എന്ന് പറയും. അതിൻ്റെ ഡോസൽ സൈഡിലാണ് നമ്മുടെ ഏനസ് ഇരിക്കുന്നത്. ഇനി റീപ്രൊഡക്റ്റീവ് ആസ്പെക്റ്റ്, ഇവർ ഹെർമാഫ്രോഡൈറ്റ് ആണ്. നമ്മുടെ എർത്തുവോമിനെ പോലെ ഹെർമാഫ്രോഡൈറ്റ്സ് ആണെങ്കിലും ക്രോസ് ഫെർട്ടിലൈസേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ഇവിടെ ഇന്റേണൽ ആണ്. അതൊരു ഡിഫറൻസ് ആണ് ഈ എർത്തുവോം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എർത്തുവോമിൽ എങ്ങനെയായിരുന്നു? എർത്തുവോമിനകത്ത് ക്ലീറ്റെല്ലാം ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുമ്പം അതിനകത്ത് എഗ്ഗും സ്പേമും ഉണ്ട്. അതിനകത്ത് വെച്ചല്ലായിരുന്നു ഫ്യൂഷൻ നടക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ക്ലീറ്റെല്ലത്തിനകത്തോട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗാണ് വരുന്നത്. അപ്പം ബോഡിയിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. എന്നിട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗാണ് ലീച്ചിൻ്റെ കേസിൽ നമ്മുടെ ക്ലീറ്റെല്ലത്തിൽ വരുന്നത്. അതൊന്ന് പറഞ്ഞതാ ഞാൻ. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. എർത്തുവോമിൽ അപ്പോൾ എന്തുവാണ്? ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ അല്ലായിരുന്നോ? കൊക്കൂൺ വെളിയിലേക്ക് എന്താണ് ഡിറ്റാച്ച് ചെയ്ത് കഴിയുമ്പം ആ കൊക്കൂണിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ലായിരുന്നോ എഗ്ഗും സ്പെർമും കൂടെ ഫ്യൂസ് ചെയ്യുന്നത്? അവിടെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ. ഇവിടെ ബോഡിക്കുള്ളിൽ വെച്ച് എഗ്ഗും സ്പെർമും ഫ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ. ഇനി ക്ലീറ്റെല്ലം ബ്രീഡിംഗ് സീസണിൽ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ഏതിനകത്ത്? കൊക്കൂണിനകത്തോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് എർത്തുവോമിലെ പോലെ ലാർവൽ സ്റ്റേജ് ഒന്നും ഇല്ല. ലാർവൽ സ്റ്റേജ് ആകെ ഉള്ളത് ആർക്കായിരുന്നു? നീറിസിനായിരുന്നു. ഏതായിരുന്നു ലാർവേ? ട്രോക്കോഫോർ. സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. ഇവിടെ 500 സ്പീഷീസിനെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കോമൺ എക്സാമ്പിൾസ് ഹിറുഡിനേറിയ, ഹിറുഡോ, പിന്നെ അക്കാന്തോഡെല്ല, ഇതൊക്കെ മറ്റു ചില എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹിറുഡിനേറിയയെ അതിൻ്റെ എന്താണ് സേലിയൻ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. നമ്മുടെ ലീച്ചിൻ്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഇന്ത്യൻ കാറ്റിൽ ലീച്ച്. കണ്ടോ? ഇവിടെ കണ്ടോ സ്യൂഡോ ആനുവലി ഉണ്ട്. സ്യൂഡോ സെഗ്മെന്റേഷൻ എന്ന് നമുക്ക് പറയാം. കണ്ടോ? ഓരോ സെഗ്മെന്റ് ചുമ്മാ വെറുതെ കുഞ്ഞു 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 കുഞ്ഞായിട്ട് കണ്ടോ ഒരു എന്തോ ആനുവലി ലൈക്ക് റിപ്രസെൻറ്റേഷൻ ആണ്. അത് നോക്കിയിട്ട് നമുക്കത് സെഗ്മെന്റ് ഇന്റേണലി അതൊരു സെഗ്മെന്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഹാബിറ്റാറ്റ് പറഞ്ഞു. ഫ്രഷ് വാട്ടർ ടാങ്ക്സ്, പോൺസ്, ലേക്സ്, സ്വാംസ്, സ്ട്രീംസ് എന്നും പറയേണ്ട കാര്യമില്ലല്ലോ, എക്സ്പ്ലെയിൻ ചെയ്യട്ടല്ലോ. എക്ടോ പാരസൈറ്റ് ആണ്. എക്ടോ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എക്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത്, അതുകൊണ്ടാണ് എക്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടല്ല അത് ബ്ലഡ് സക്ക് ചെയ്യുന്നത്, നമ്മുടെ തൊലിയുടെ പുറത്തിരുന്നിട്ടാണ്. അതുകൊണ്ടാണ് ഈ എക്ടോ പാരസൈറ്റ് എന്ന് പറയുന്നത്. സാങ്ക്യൂവോറസ്, ആ ടേം ഒന്ന് ഓർത്ത് വെച്ചു. സാങ്ക്യൂവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ബ്ലഡ് സക്ക് ചെയ്ത് ബ്ലഡ് കഴിക്കുന്ന ആൾക്കാരെ നമുക്ക് എന്ത് പറയാം? സാങ്ക്യൂവോറസ് എന്ന് പറയാം. ഓക്കെ, ഇനി ബോഡിയിലോട്ട് വരാം. ഇലോങ്ങേറ്റഡ് ബോഡി അല്ലേ? സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. സിലിണ്ട്രിക്കൽ, ഇത് കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ വെച്ചാൽ ഇതിൻ്റെ എന്താണ് അങ്ങനെ ഇങ്ങനെ നോക്കുമ്പം നമുക്ക് ഒരു സിലിണ്ട്രിക്കൽ പോണൊക്കെ തോന്നില്ലേ? സിലിണ്ടർ ഷേപ്പ് അത് വളഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്, ഒരു സിലിണ്ടർ ഷേപ്പ്. ഇനി എക്സ്റ്റെൻഡഡ് കണ്ടീഷൻ, ഇനി അത് വലിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഡോസോ വെൻട്രലി ഫ്ലാറ്റൻഡ്. വലിഞ്ഞിരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് വലിയുമ്പം ഡോസലിൽ നിന്നും വെൻട്രലിൽ നിന്നും ഫ്ലാറ്റൻഡ് ആയത് പോണക്ക് ഒരു തോന്നൽ, നമുക്ക് അങ്ങനെ ഒരു അപ്പിയറൻസ് ആണ് കിട്ടുക. കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ വെച്ചാൽ ഇങ്ങനെ വലിയാതെ നിൽക്കുമ്പോൾ സിലിണ്ടറിക്കലായിട്ടും തോന്നും. ഇപ്പം മൊത്തത്തിൽ ഫുൾ ഗ്രൗണ്ട് ലീച്ച് എത്ര സെൻറ്റിമീറ്റർ? 35 to 40 സെൻറ്റിമീറ്റർ വരെ. അതായത് നമ്മുടെ വലിയ സ്കെയിലൊക്കെ ഇല്ലേ, വലിയ സ്കെയില് 30 സെൻറ്റിമീറ്റർ, അത് മനസ്സിൽ വരിക. ഓക്കെ. ഡോസൽ സഫസ് ഒലീവ് ഗ്രീൻ കളറാണ്. വെൻട്രൽ സഫസ് ഓറഞ്ച് യെല്ലോ കളറാണ്. 33 സെഗ്മെന്റ്സ് ആണ് മൊത്തത്തിൽ ബോഡിയിൽ കാണുന്നത്.
ഈച്ച് ട്രൂ സെഗ്മെന്റ് ഫർദർ ഡിമാർക്കേറ്റഡ് ടു 4 or 5 സൂപ്പർഫിഷ്യൽ അനുലി. ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ. ഈ ബോഡിയുടെ ഡിവിഷൻസ് 3 റീജിയൻസ് ഉണ്ട്: ഹെഡ്, ട്രങ്ക്, പോസ്റ്റീരിയർ സക്കർ. ഏതൊക്കെയായിരുന്നു? ഹെഡ്, ട്രങ്ക്, പോസ്റ്റീരിയർ സക്കർ. ഹെഡിന്റെ കാര്യം നോക്കാം. ആദ്യത്തെ 5 സെഗ്മെന്റ്സ് ആണ് ഹെഡായിട്ട് മാറുന്നത്. അതിൽ ഈ ഹെഡ് റീജിയന്റെ ഏറ്റവും ടിപ്പിലായിട്ട് ആൻറ്റീരിയർ സക്കർ ഉണ്ട്. ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. ഏത് ഭാഗത്തായിട്ടാണ്? വെൻട്രൽ. ഡോർസൽ സൈഡിൽ എന്താണ് ഉള്ളത്? ഓസില്ലീസ് ആണുള്ളത്, ഐ ആണുള്ളത്. 5 പേഴ്സ് ഓഫ് ഓസില്ലി ഉണ്ട് ഡോർസൽ സൈഡ്. 5 പേഴ്സ് പറയുമ്പോൾ മൊത്തത്തിൽ 10. ആൻറ്റീരിയർ സക്കർ കപ്പ് ഷേപ്ഡ് ആണ്. കപ്പ് ഷേപ്ഡ് കാണാമല്ലോ അല്ലേ? മൗത്ത് എന്ന് പറയുന്നത് ട്രൈ റേഡിയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3 ലോബ് ഇങ്ങനെ. ട്രൈ റേഡിയേറ്റ് ആൻഡ് ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ആൻറ്റീരിയർ സക്കർ. ഞാൻ കാണിക്കാം. ട്രൈ റേഡിയേറ്റ് മൗത്ത് ആണ്. പിന്നെ അറ്റ് ദ ടിപ്പ് ഓഫ് ദി ആൻറ്റീരിയർ എൻഡ് പ്രസന്റ് എ ഹുഡ്. പ്രോസ്റ്റോമിയം ഇവിടെയുണ്ട്. അപ്പോൾ പ്രോസ്റ്റോമിയം നമുക്കറിയാം ഏറ്റവും ഫസ്റ്റ് സെഗ്മെന്റിന്റെ ടിപ്പിലായിട്ട് കാണുന്ന ഫ്ലഷി ഔട്ട് ഗ്രോത്ത്. അപ്പോൾ ഇവിടെ അതുണ്ട്. അറ്റ് ദ ടിപ്പ് ഓഫ് ആൻറ്റീരിയർ എൻഡ് പ്രസന്റ് ഹുഡ് ഷേപ്ഡ് പ്രോസ്റ്റോമിയം. ട്രങ്കിലോട്ട് പോവാം. 21 സെഗ്മെന്റ്സ് ഫോളോയിങ് ദ ഹെഡ്. ഹെഡ് കഴിഞ്ഞിട്ട് വരുന്ന 21 സെഗ്മെന്റ്സ് ആണ് ട്രങ്ക് ആവുന്നത്. ട്രങ്കിനെ നമുക്ക് പ്രീ ക്ലീറ്റല്ലാർ, ക്ലീറ്റല്ലാർ, പോസ്റ്റ് ക്ലീറ്റല്ലാർ. ഇത് ഞാൻ എല്ലാം നേരത്തെ പറഞ്ഞതാണ്. പിന്നെ എന്താണ്? പെയ്ഡ് നെഫ്രീഡിയോ പോസ് നമുക്ക് കാണാം. നെഫ്രീഡിയം എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ്. അത് പുറത്തേക്ക് തുറക്കുന്ന ഓപ്പണിംഗ് ആണ് നെഫ്രീഡിയോ പോസ്. അത് പെയ്ഡ് ആയിട്ട് കാണാം. അത് ഉണക്ക് മീഡിയൻ അൺപെയ്ഡ്, ബോഡിയുടെ മിഡിലായിട്ട് അൺപെയ്ഡ് ഗോണോഫോസ്, ഗൊണാഡ്സിൽ നിന്ന് സെക്സ് സെൽസ് പുറത്തേക്ക് റിലീസ് ചെയ്യാനുള്ള ഓപ്പണിങ് ഉണ്ട് വെൻട്രൽ സർഫസിൽ. അപ്പോൾ വെൻട്രൽ സർഫസിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഓപ്പണിങ് പെയ്ഡ്, നെഫ്രീഡിയോ പോസ്. അതേപോലെ മിഡിലായിട്ട് അൺപെയ്ഡ് വെച്ചാൽ ഒരു ഹോളേ ഉള്ളൂ, ഗോണോഫോസും ഉണ്ട്. ഇനി പോസ്റ്റീരിയർ സക്കർ നോക്കുകയാണെങ്കിൽ 7 സെഗ്മെന്റ്സ്. പോസ്റ്റീരിയർ എൻഡ് 7 സെഗ്മെന്റ്സ്. പോസ്റ്റീരിയർ എൻഡിൽ 7 സെഗ്മെന്റ്സ് ചേർന്നിട്ടാണ് പോസ്റ്റീരിയർ സക്കർ ഉണ്ടാവുന്നത്. ഏനസ് അതിൻ്റെ ഡോസൽ സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. ഡോസൽ സൈഡ് ഓഫ് ദി പോസ്റ്റീരിയർ സക്കർ ആണ്. ഇതിവിടെ മിസ്റ്റേക്ക് ആണ്. പോസ്റ്റീരിയർ സക്കർ ആണ്. അയനസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഡോസൽ സൈഡ് ഓഫ് ദി പോസ്റ്റീരിയർ സക്കർ. ബോഡി വാൾ ഹൈലി മസ്കുലാർ ആണ് എങ്കിലേ ഇതിനിങ്ങനെ ബ്ലഡൊക്കെ കൂടിച്ച് അങ്ങ് വീർക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബോഡിയിൽ മസിൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എർത്തോമിൽ സർക്കുലാർ ലെയർ ഓഫ് മസിൽസ് ഉണ്ട്, ലോജിറ്റ്യൂഡിനൽ ലെയർ ഓഫ് മസിൽസ് ഉണ്ട്, ഒബ്ലിക് ലെയർ ഓഫ് മസിൽസ്. ഇവിടെയും അതെല്ലാം ഉണ്ട്. ഇനി ഇത് എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസ് ഇസ് കവേർഡ് ബൈ എ തിൻ ലെയർ ഓഫ് ക്യൂട്ടിക്കിളും കണക്റ്റീവ് ടിഷ്യൂ. ഈ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഐഡിയ എന്താണ്? നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾ വീട് പണിയുമ്പോൾ സിമെന്റ് എന്ന് പറയുന്ന സംഭവം പോണക്കാണ് നമ്മുടെ ബോഡിയിലൊക്കെ കണക്റ്റീവ് ടിഷ്യൂ. സിമെന്റ് എന്തത്തിനാണ്? സപ്പോർട്ട് ചെയ്യാനാണ് അല്ലേ? സിമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പ്ലെയിൻ ഒരു സബ്സ്റ്റൻസ് ആണോ? അല്ലല്ലോ. അതിനകത്ത് മെറ്റലൊക്കെ കാണത്തില്ലേ വേറെ അല്ലേ? അതേപോലെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സെൽസും ഒക്കെ ഉണ്ട്, കുറച്ച് ഫൈബേഴ്സും ഒക്കെ ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ മെട്രിക്സ് ഒക്കെ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടിഷ്യൂ ആണ് നമ്മുടെ ബോഡിയിലെ കേട്ടോ, എവിടെയാണെങ്കിലും. അപ്പം ഇവിടെയും ഒരു കണക്റ്റീവ് ടിഷ്യൂവും ക്യൂട്ടിക്കിളും ഇവിടെ കാണാം എപ്പിഡെർമിസിൻ്റെ മോളിൽ. ഇത് ഞാൻ എപ്പിഡെർമിസ് ചുമ്മാ വരച്ചതാണ് കേട്ടോ. ഇനി ഒരു ഡെർമിസ് കാണാം പിങ്ക് കളറിൽ. ഡെർമിസ് എവിടെയാണെന്നറിയാമോ? എപ്പിഡെർമിസിനും നമ്മുടെ മസിൽ ലെയറിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു ഡെർമിസും കാണാം. പിന്നെ മസിൽ ലെയറിൻ്റെ ഉള്ളിൽ സ്പേസ് സീലോമാണ് നമ്മൾ കണ്ടു. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഇവിടെയും ഒരു കണക്റ്റീവ് ടിഷ്യൂവും കൂടെ ഈ മസിൽ ലെയർ കഴിഞ്ഞിട്ട് ഇവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ആ കണക്റ്റീവ് ടിഷ്യൂ വന്നുകൊണ്ട് സീലോമിന് വലിയതായിട്ട് സ്പേസ് ഒന്നുമില്ല. സീലോമിനുള്ള സ്പേസ് കുറവാണ്. ഇത് നമ്മുടെ അലിമെൻ്ററി കനാലാണ്, ഗട്ടാണ് ഈ ബ്ലൂ കളറിൽ വരച്ചത്. അപ്പോൾ സീലോം ലിമിറ്റഡ് ബിക്കോസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ കണക്റ്റീവ് ടിഷ്യൂ ബിറ്റ്വീൻ മസിൽ ആൻഡ് അലിമെൻ്ററി കനാൽ എന്ന് പറയണം. മനസ്സിലായോ? ഓക്കെ.
ഈ സീലോമിക് ക്യാവിറ്റി 4 ലോജിറ്റ്യൂഡിനൽ ചാനലായിട്ട് അങ്ങ് റെസ്ട്രിക്ട് ചെയ്തേക്കുവാണ്. കേട്ടോ, 4 ലോജിറ്റ്യൂഡ് ഇങ്ങനെ നീളത്തിലുള്ള ചാനൽസ് ബോഡിയിൽ, അങ്ങനെ ഉള്ളിൽ. ഓക്കെ, അങ്ങനെ രണ്ടെണ്ണം ഞാൻ വരച്ചോളന്നേ ഉള്ളൂ, മനസ്സിലായോ? ലോജിറ്റ്യൂഡിനൽ ചാനൽസ്, 4 ലോജിറ്റ്യൂഡിനൽ ചാനൽസ് ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തേക്കാണ്. അതിൻ്റെ അകത്ത് സീലോമിക് ഫ്ലൂയിഡ് ഉണ്ട്, ഡിസോൾഡ് ആയിട്ട് ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പം ഹീമോഗ്ലോബിൻ സാധാരണ ബ്ലഡിലല്ലേ നമ്മൾ കണ്ടത്, ഇത് ഇവിടെ ബ്ലഡ് വെസൽസ് ഒക്കെ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് സീലോമിക് ഫ്ലൂയിഡിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്, റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗേഷ്യസ് എക്സ്ചേഞ്ച് ജനറൽ ബോഡി സർഫസ് വഴിയാണ് നടക്കുന്നത്, പ്രത്യേകിച്ച് സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല റെസ്പിറേഷന് വേണ്ടിയിട്ട്. മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിം ചെയ്യുമ്പോൾ ഒരു അണ്ടുലേഷൻ മൂവ്മെൻ്റ് ആണ്. അണ്ടുലേഷൻ മൂവ്മെൻറ്റ്, ഡോസോ വെൻട്രൽ ഒരു അണ്ടുലേഷൻ മൂവ്മെൻ്റ് ആണ്. ഞാൻ ജസ്റ്റ് കാണിക്കാം, നോക്കൂ. ഇതാണ് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്, ഡോസോ വെൻട്രൽ ആയിട്ടൊരു അണ്ടുലേറ്റിംഗ്, ഇങ്ങനെ അണ്ടുലേഷൻ, ബീറ്റിംഗ് മൂവ്മെൻറ്റ്, മനസ്സിലായോ? അങ്ങനെയാണ് സ്വിമ്മ് ചെയ്യുമ്പം ബൈ ദ വേവ്സ് ഓഫ് കോൺട്രാക്ഷൻ അലോങ് ദ ലോജിറ്റ്യൂഡിനൽ മസ്കുലേച്ചർ. ലോജിറ്റ്യൂഡിനൽ മസിൽസിൻ്റെ ബോഡിയിൽ ലോജിറ്റ്യൂഡിനൽ ആയിട്ടുള്ള മസിൽസിൻ്റെ കോൺട്രാക്ഷൻ കൊണ്ട് ഇങ്ങനെ ഒരു അണ്ടുലേറ്റിംഗ് മൂവ്മെൻറ്റ്, അതാണ് അത് സ്വിം ചെയ്യുമ്പം. പക്ഷെ ക്രോൾ ചെയ്യുമ്പം, ക്രോളിംഗ് ആണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോമൺ മെത്തേഡ് ഓഫ് മൂവ്മെൻറ്റ്. ലൂപ്പ് ചെയ്താവും കാണിക്കാം, എന്നിട്ട് നോക്കിയേ. ഇങ്ങനെ വന്നിട്ട് ലൂപ്പ് ചെയ്യും, ആൻറ്റീരിയർ സക്കർ ഒരിടത്ത് പോയിന്റ് ചെയ്യും, പോസ്റ്റീരിയർ സക്കർ ഇങ്ങനെ വയ്ക്കും, പിന്നെ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ. ഇതിനെയാണ് ലൂപ്പിംഗ്. അത് ലീച്ച് ക്രോൾ ചെയ്ത് പോവാണ്, ഇങ്ങനെ ലൂപ്പ് ചെയ്തിട്ടാണ് ഇത്. എക്സ്ക്രീഷൻ നെഫ്രീഡിയാണ്. പിന്നെ വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. റീപ്രൊഡക്ഷൻ എർത്ത് പറഞ്ഞതുപോലെ ആ പ്രോസസ്സ് ഒന്നും ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. ബോഡിയുടെ അലൈൻമെൻറ്റ്, കോപ്പുലേഷനൊക്കെ അറിയാമല്ലോ. ഇവിടെ ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ബോഡിക്ക് ഉള്ളിൽ വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കും, അതേ ഉള്ളൂ. അപ്പോൾ റീപ്രൊഡക്ഷൻ ഹെർമാഫ്രൊഡൈറ്റ് ആണ്, ബ്രീഡിങ് സീസൺ എന്ന് പറയുന്നത് സമ്മറാണ്. അങ്ങനെ ബോഡിയുടെ ഉള്ളിൽ, മനസ്സിലായോ? രണ്ട് പാർട്ട്ണർ ഇങ്ങനെ അലൈൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പേമിനെ എക്സ്ചേഞ്ച് ചെയ്യും. എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു എന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ബോഡിയുടെ ഉള്ളിൽ സ്പേമും വന്നു, എഗ്ഗും വന്നു. അത് രണ്ടും കൂടെ ബോഡിക്കുള്ളിൽ വെച്ചിട്ട് ഫ്യൂസ് ചെയ്യും. അതാണ് ഫെർട്ടിലൈസേഷൻ ഇൻ്റേണൽ. ഫെർട്ടിലൈസ് ചെയ്തിട്ട് ഫെർട്ടിലൈസ്ഡ് എഗ്ഗാണ് ഈ ക്ലീറ്റല്ലത്തിനകത്തോട്ട് വരുന്നത്, മനസ്സിലായോ? ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് ലെയ്ഡ് ആഫ്റ്റർ 2 or 3 weeks ആഫ്റ്റർ കോപ്പുലേഷൻ. ക്ലീറ്റെല്ലാം കോൺസ്പീഷ്യസ് ആവും ഈ പിന്നെ എന്താണ് കോപ്പുലേഷനൊക്കെ കഴിഞ്ഞ എന്തുവാണ് അത് ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യേണ്ട സമയത്ത്. എന്നിട്ട് ഒരു കൊക്കൂൺ പിന്നെ സെക്രീറ്റ് ചെയ്യും. കൊക്കൂൺ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ എർത്ത് കേസിൽ. അതായത് ഈ ക്ലീറ്റെല്ലാം ബോഡിയിൽ നിന്ന് ഊരി പോകുമ്പോൾ ഉള്ള സ്ട്രക്ചറാണ് കൊക്കൂൺ. അപ്പോൾ ആ കൊക്കൂണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണും? ആൽബുമിൻ, ആ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനുള്ള നറിഷ്മെൻ്റ് ആയിരിക്കും. ആൽബുമിനും കാണും, ഫെർട്ടിലൈസ്ഡ് എഗ്ഗും. എന്നിട്ട് മണ്ണിൽ കിടന്നിട്ട്, ഡാംപ് സോയിലിൽ നനവുള്ള മണ്ണിൽ കിടന്നിട്ട് അതിൽ നിന്ന് യങ് വൺസ് വരും. ഇതാണ് ഇതിൻ്റെ റീപ്രൊഡക്ഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻസ് ഒന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണേ, പഠിച്ചോണം, എപ്പോഴും ചോദിക്കുന്നത് ലീച്ചിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ. ഒന്നാമത്, ഇതിന് വയറ് നിറച്ചെന്ന് പറയാൻ പറ്റത്തില്ല, അധികം അതിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ ഉണ്ടോ 5 times ഓഫ് ഇറ്റ്സ് ബോഡി വെയ്റ്റ് ഒരു പ്രാവശ്യം കടിക്കുമ്പോൾ അതിന് അതിൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 5 ഇരട്ടി ബ്ലഡ് കഴിക്കാൻ പറ്റും. അതൊരു അഡാപ്റ്റേഷൻ അല്ലേ? എപ്പോഴും പോയി കഴിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ 3 നേരം കഴിക്കുന്നത് കണക്ക് ഇതിന് കഴിക്കണോ? വേണ്ട, ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ മാസത്തേക്ക് പിന്നെ ഒന്നും കഴിക്കണ്ട. സോ ദാറ്റ് ഈസ് വൺ അഡാപ്റ്റേഷൻ. അപ്പം കഴിക്കുന്ന എങ്ങനെയാന്ന്, ഹോസ്റ്റിൻ്റെ ബോഡിയിൽ വന്ന് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ആൻറ്റീരിയർ സക്കർ വെച്ചിട്ട് സ്കിന്നിനെ കട്ട് ചെയ്യും. എന്നിട്ട് 3 സോ ലൈക്ക് കൈറ്റിനസ് ജോസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സലൈവറി ഗ്ലാൻസ് ഉണ്ട് കേട്ടോ. ജോസിൻ്റെ ഇടയ്ക്ക് സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചില സബ്സ്റ്റൻസ്, മെയിനായിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഹിറുഡിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ഹിറുഡിൻ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹിറുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഒരു കട്ട് തൊലിപ്പുറത്തൊരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ നിന്ന് ഹിറുഡിൻ
നമ്മുടെ ബോഡിയിലോട്ട് ഇൻജെക്ട് ചെയ്യും. അതെന്തിനാണ്? ബ്ലഡ് കോആഗുലേഷൻ, നമ്മുടെ രക്തം കട്ടിയാകാതിരിക്കാൻ. കട്ടിയായാൽ പിന്നെ അതിന് ബ്ലഡ് സക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഹിറുഡിൻ ഇൻജെക്ട് ചെയ്യുമ്പം ബ്ലഡ് ക്ലോട്ട് ആവത്തില്ല. അതിനോടൊപ്പം തന്നെ ഈ സലൈവയിൽ വേറെ, എൻ്റെ പേരെന്താണെന്ന് അങ്ങനെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടില്ല, വേറൊരു കെമിക്കലുണ്ട്. അതെന്ത് ചെയ്യും? അനസ്തറ്റൈസ് കൂടെ ചെയ്യും ആ ഹോസ്റ്റിനെ. ആ ഹോസ്റ്റ് ഇപ്പോൾ അറിയത്തില്ല എൻ്റെ തൊലിപ്പുറത്ത് ഇങ്ങനെ ഒരു മുറിവുണ്ടായി, അത് ദാണ്ട ഒരു ലീച്ച് വന്ന് സക്ക് ചെയ്ത് ബ്ലഡ് എടുക്കുന്നുണ്ടെന്ന് അങ്ങനെയൊന്നും അറിയാൻ പറ്റത്തില്ല ഹോസ്റ്റിന്. അപ്പം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് സക്ക് ചെയ്ത് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ബ്ലഡ് കിട്ടും. അങ്ങനെ മണിക്കൂറുകളോളം ഹോസ്റ്റിൻ്റെ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിരിക്കും. 4-5-6 മണിക്കൂർ ഇരിക്കും. എന്നിട്ട് ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബ്ലഡ് സക്ക് ചെയ്യുകയും പിന്നെ ഹോസ്റ്റിനെ അനസ്റ്റൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയണം, ഫാരിങ്സ്. ഈ ഫാരിങ്സ് വഴിയാണ് ഈ ഇത് സക്ക് ചെയ്യുമ്പോൾ ബ്ലഡിനെ ഇങ്ങനെ പമ്പ് ചെയ്ത് സക്ക് ചെയ്ത് പമ്പ് ചെയ്ത് ബോഡിയുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഫാരിങ്സ് ഉണ്ട് ഇവിടെ നമുക്ക് കാണാം. ഉണ്ടോ ഫാരിങ്സ്? ഈ ഫാരിങ്സ് തുറക്കുന്നത് കണ്ടോ? വലിയ ഫാരിങ്സ് വന്ന് ഈസോഫാഗസിൽ തുറക്കും. ഈസോഫാഗസ് തുറക്കുന്നത് വലിയ ക്രോപ്പ്. ആ ക്രോപ്പിന് സൈഡിലെല്ലാം കുറേ ബ്രാഞ്ചസ് ഉണ്ടോ? ആ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് സീക്കം എന്ന് പറയും. കണ്ടോ സീക്കം? അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയും. അപ്പോൾ ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്നത് ക്രോപ്പിലേക്കാണ്. ക്രോപ്പ് കാണിച്ചേ, അത് എക്സ്പാൻഡഡ് ബൈ എത്ര പേഴ്സ് ഓഫ് സീക്ക ഉണ്ട്? 11 പേഴ്സ് ഓഫ് സീക്ക. ഉണ്ടോ? അത് എന്തിനായിരിക്കും? ഈസോഫാഗസ് തിൻവാൾഡും ആണ്. കാരണം തിൻവാൾഡ് ആണെങ്കിലല്ല അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, വീർക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ബ്രാഞ്ചസിൽ സീക്ക ഉള്ളതുകൊണ്ട് അതിൻ്റെ സർഫസ് ഏരിയ അത്രയുടെ കൂടിയിട്ട് അത്രയും ബ്ലഡ് കൂടെ ഉള്ളിലാക്കാൻ പറ്റും. അപ്പോൾ ഫാരിങ്സ് ക്രോപ്പിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യും. അപ്പോൾ അത് ഫുൾ ഡിസ്റ്റൻ്റ് ആകുമ്പോൾ, വീർത്ത് കഴിയുമ്പം ലീച്ച് ഹോസിൻ്റെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞങ്ങ് വീഴും. അപ്പം ഇനി ബ്ലഡ് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ ഇതിന് ഡൈജസ്റ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല. വേറൊരാളെ വേണം, ഗട്ട് ബാക്ടീരിയ. എൻ്റെ വയറ്റിലൊരു ബാക്ടീരിയ ഉണ്ട്, പേരാണ് ഹിറുഡിനേറിയുടെ വയറ്റിലുള്ളതുകൊണ്ട് സ്യൂഡോമോണസ് ഹിറുഡിനിസ് എന്നാണ് പേര്. അപ്പം ഇത് ആണ് ആ ബ്ലഡ് ഡൈജസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രോട്ടീനൊക്കെ ഇതിന് ആക്കി കൊടുക്കുന്നത്. അത് കൂടാതെ ഈ ബാക്ടീരിയ തന്നെ ഈ ലീച്ചിന് വേണ്ടത് വൈറ്റമിൻസും പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഒരു വീഡിയോ കൂടി ഒന്ന് കാണിക്കാം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് അനസ്തെറ്റിക് സബ്സ്റ്റൻസ് ഇൻജെക്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കുടിച്ച് വീർക്കും. ഉണ്ടോ? വീർത്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ടോ എന്താണ് 3 ജോസൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് വീർത്ത് കഴിയുമ്പോൾ അത് വിട്ടുപോകും. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇതിൻ്റെ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ. സോ ബൈ ദിസ് വേ വി ഫിനിഷ് അവർ ടോപ്പിക്, ദിസ് വീഡിയോ. താങ്ക് യു. I'm an icon, man. And my girl about a 10. I should fuck her in the Benz.